എറണാകുളം ജില്ലയിൽ ആലുവ മെട്രോ സ്റ്റേഷനിലേക്ക്, റെയിൽവേ സ്റ്റേഷനിലേക്ക്, കളമശ്ശേരി, കുസാറ്റിലേക്കൊക്കെ ഈസി ആക്സസ് ഉള്ള ഒരു സ്ഥലത്താണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ കാണുന്ന വീട്ടിൽ നിന്ന് ആലുവ മുട്ടം മെട്രോ സ്റ്റേഷനിലേക്ക് വെറും 6.5 കിലോമീറ്റർ ആണ് ദൂരം വരുന്നത്. ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് 5.7 കിലോമീറ്റർ, കളമശ്ശേരി കുസാറ്റിലേക്ക് 7 കിലോമീറ്റർ, കാക്കനാട് ഇൻഫോ പാർക്ക്, ഇടപ്പള്ളി ഇവിടേക്കൊക്കെ 11 കിലോമീറ്റർ ആണ്. ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് വെറും 17 കിലോമീറ്ററുമാണ് ദൂരം വരുന്നത്. ലാൻഡ് അളവ് നോക്കുവാണെങ്കിൽ 4.55 ആണ്. 4.55 സെന്റിൽ 2320 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമുകളോട് കൂടിയിട്ടാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. ഒരു ഗേറ്റഡ് വില്ല കോമ്പൗണ്ടിനകത്ത് ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ കാണുന്ന വില്ലകളെല്ലാം തന്നെ സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ വീടിന്റെ ഫ്രണ്ടിലൂടെ പോകുന്ന റോഡ് നോക്കുവാണെങ്കിൽ വീതിയുള്ള ഇന്റർലോക്കിംഗ് ടൈലാണ് കൊടുത്തിരിക്കുന്നത്. ഭംഗിയുള്ള ഡിസൈനിലാണ് മതിലും ഗേറ്റും ഒക്കെ ചെയ്തിരിക്കുന്നത്. ലൈറ്റ് ഫിറ്റിംഗ്സ് വരുന്നുണ്ട്. ഗേറ്റ് വന്നിട്ട് സ്ലൈഡിംഗ് ആൻഡ് ഫോൾഡിംഗ് മെത്തേഡിലാണ് കൊടുത്തിരിക്കുന്നത്. വീടിന്റെ ഫ്രണ്ടിൽ തന്നെ ഭംഗിയുള്ള ഒരു പാം ട്രീ ഒക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. എലിവേഷൻ നോക്കിയാലും വളരെ ഭംഗിയായിട്ടാണ്, സിമ്പിൾ ആണെങ്കിലും സ്റ്റാൻഡേർഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഭംഗിയുള്ള കളറിലെ പെയിന്റിങ്സും പാനൽ വർക്കുകളും സിലിണ്ടറിക്കൽ ലൈറ്റുകളും ഒക്കെ കൊടുത്ത് മനോഹരമായിട്ടാണ് വീട് ചെയ്തിരിക്കുന്നത്. റോഡ് ഫ്രണ്ടേജ് ആയിട്ട് ഗേറ്റഡ് കമ്മ്യൂണിറ്റിക്ക് അകത്ത് വരുന്ന വില്ലകളിൽ താമസിക്കാൻ, അതും ഒരു റീസണബിൾ ആയ റേറ്റിൽ അങ്ങനെ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ ഒരു വീട് തന്നെയാണ്. സ്ലൈഡിംഗ് ആൻഡ് ഫോൾഡിംഗ് മെത്തേഡിലുള്ള ഗേറ്റ് തുറന്ന് നമ്മൾ നേരെ വീടിനകത്തേക്ക് വരുന്ന സമയത്ത് ഫ്ലോറിൽ നോക്കുവാണെങ്കിൽ സ്റ്റോൺസ് വിരിച്ചിട്ട് ഗ്രാസ് ആണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ഒന്നാമത്തെ കാർ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഇവിടെയാണ് കിട്ടുന്നത്. രണ്ടാമത്തെ കാറിനുള്ള പാർക്കിംഗ് സ്പേസ് ഈ ഒരു ഭാഗത്തും. ഒന്നാമത്തെ കാർ പാർക്കിങ്ങിന്റെ ഈ ഒരു ഭാഗത്തായിട്ട് EV വെഹിക്കിൾസിനുള്ള ചാർജിംഗ് പോയിന്റ് കിട്ടുന്നുണ്ട്. പില്ലേഴ്സ് ഒക്കെ നോക്കുവാണെങ്കിൽ ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. കാർ പോസ്റ്റിന്റെ മുകളിൽ സിലിണ്ടർ ഷേപ്പുള്ള ലൈറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. കാർ പോസ്റ്റിന് അടുത്തായിട്ട് റൈറ്റ് സൈഡിലായിട്ട് ചെടികളൊക്കെ നടാനായിട്ട് പ്ലാൻ ബോക്സ് കൊടുത്തിട്ടുണ്ട്. ഓൾറെഡി അവിടെ പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട്. വീടിന്റെ റൈറ്റ് സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെറ്റ് ബാക്ക് കൊടുത്തിട്ടുണ്ട്. ടൈലാണ് കംപ്ലീറ്റ് ആയിട്ട് തിരിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ കാർ പാർക്കിംഗ് ഇവിടെയാണ് കിട്ടുന്നത്. അതിന്റെ കോർണർ പോർഷനിലും ഇതുപോലെ പ്ലാൻ ബോക്സ് വെച്ചിട്ട് അവിടെ ചെടികളെല്ലാം തന്നെ നട്ടിട്ടുണ്ട്. വീടിന്റെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് നല്ല സ്പേസ് കിട്ടുന്നുണ്ട്. ഇവിടെയും കംപ്ലീറ്റ് ടൈൽസ് തന്നെയാണ് തിരിച്ചിരിക്കുന്നത്. വീടിന്റെ സിറ്റ് ഔട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഗ്രേ കളറിലുള്ള ഗ്രാനൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഏകദേശം ഒരു 3ഓളം ചെയറുകൾ പ്ലേസ് ചെയ്യാവുന്ന വലിയൊരു സിറ്റ് ഔട്ട് തന്നെയാണ് കിട്ടുന്നത്. മുകളിലൊക്കെ നോക്കിയാൽ സിലിണ്ടർ ലൈറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. മെയിൻ ഡോർ വന്നിട്ട് 2 പീസിലാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് രണ്ടായിട്ട് ഓപ്പൺ ചെയ്യാം. ടീക്ക് വുഡില്, തേക്കിലാണ് കൊടുത്തിരിക്കുന്നത്. നോർത്ത് ഫേസിംഗ് ആയിട്ടാണ്, വടക്കോട്ടാണ് മെയിൻ ഡോറിന്റെ ദർശനം വരുന്നത്. മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ വരുന്നത് ലിവിംഗ് സ്പേസിലേക്കാണ്. ഫ്ലോർ ടൈലുകൾ നോക്കുവാണെങ്കിൽ ഓഫ് വൈറ്റ് ഷെയ്ഡാണ് വരുന്നത്. രണ്ട് സൈഡിലായിട്ടാണ് നമുക്ക് വിൻഡോസ് കൊടുത്തിരിക്കുന്നത്. പുറത്തേക്ക് പ്രൊജക്ഷൻ വരുന്ന ഭാഗങ്ങളെല്ലാം വുഡൻ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ ലൈറ്റ് ഫിറ്റിംഗ്സ്, സ്വിച്ചസ്, കേബിൾ ഒക്കെ നോക്കുവാണെങ്കിൽ വി ഗാർഡിലാണ് ചെയ്തിരിക്കുന്നത്. ലിവിംഗ് സ്പേസ് നമുക്ക് 12.5 അടി നീളവും 11 അടി വീതിയിലുമാണ് ചെയ്തിരിക്കുന്നത്. നേരെ വരുമ്പോൾ തന്നെ നമുക്ക് TV വെക്കാനുള്ള അറേഞ്ച്മെന്റ് ആണ്. ഭംഗിയായിട്ട് മൾട്ടിവുഡില് പാനലിംഗ് വർക്കുകളാണ് ചെയ്തിരിക്കുന്നത്. ലെഫ്റ്റ് സൈഡിൽ കംപ്ലീറ്റ് ഓപ്പൺ ഷെൽഫുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെ വരുന്നുണ്ട്. താഴെയാണെങ്കിൽ ക്ലോസ്ഡ് കബോർഡുകളായിട്ടുമാണ് ചെയ്തിരിക്കുന്നത്. ഡബിൾ ഹൈറ്റഡ് ആയിട്ടാണ് ഈ കാണുന്ന ലിവിംഗ് സ്പേസ് ചെയ്തിരിക്കുന്നത്. താഴെ കാണുന്ന വിൻഡോസിന്റെ പാനലായിട്ട് മുകളിൽ നമുക്ക് വിൻഡോസ് കിട്ടുന്നുണ്ട്. ഏറ്റവും ടോപ്പ് റൂഫ് നോക്കുവാണെങ്കിൽ ഭംഗിയായിട്ടൊരു ഷാൻഡിയർ അവിടെ ഹാങ് ചെയ്തിട്ടുണ്ട്. അതിന്റെ സറൗണ്ടിങ് ഏരിയാസിലും നിറയെ വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ലിവിംഗ് സ്പേസിന്റെ ഒരു പോർഷൻ നമുക്ക് കവർ ചെയ്തിട്ടുണ്ട്. ആ ഭാഗത്ത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം LED സ്ട്രിപ്പുകൾ, നല്ല ഡിസൈനുകളൊക്കെ കൊടുത്ത് നല്ല രീതിയിൽ തന്നെയാണ് വർക്കുകൾ വരുന്നത്. ഡൈനിങ് ഹാളിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് എൻട്രൻസ് നോക്കിയാൽ CNC കട്ടിംഗ് ഒക്കെ ചെയ്ത് പാനലിങ്ങുകളും കൊടുത്തിട്ട് ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് ഇട്ടിരിക്കുന്നത്. ഡൈനിങ്ങിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് വരുന്നത്. സ്റ്റെപ്പുകളിലൊക്കെ നോക്കുവാണെന്നുണ്ടെങ്കിൽ വുഡൻ ഡിസൈൻ വരുന്ന ടൈലാണ് കൊടുത്തിരിക്കുന്നത്. ഹാൻഡ് റൈൽസ് ഒക്കെ നല്ല ഭംഗിയായിട്ട് കൊടുത്തിട്ട് ടഫന്റെ ഗ്ലാസ് ആണ് അകത്തിട്ടിരിക്കുന്നത്. സ്റ്റെപ്പുകളിലെല്ലാം തന്നെ ഫുഡ് ലാമ്പ് ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. 11.5 അടി നീളവും 11.5 അടി വീതിയിലുമാണ് നിങ്ങൾക്ക് ഈ ഒരു ഡൈനിങ് സ്പേസ് ഇവിടെ കിട്ടുന്നത്. നല്ല സ്പേഷ്യസ് ആണ് ഡൈനിങ് ഹാള്. താഴെയുള്ള ഭാഗം നോക്കുവാണെങ്കിൽ കുറച്ച് അകത്തേക്ക് നമുക്ക് തള്ളിയിട്ടാണ്
വാർഡ്രോബുകളെല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് അവിടെ നോക്കിയാൽ കാണാം കവർ ചെയ്തിട്ടുണ്ട്. അവിടെ നമുക്ക് ഇൻവെർട്ടേഴ്സ് വെക്കാനും സാധനങ്ങൾ സൂക്ഷിക്കാനൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. ഈ ഒരു ഭാഗത്തായിട്ടാണ് 4 വിൻഡോസ് കിട്ടുന്നത്. ഇതിന്റെ റൂഫ് നോക്കുവാണെങ്കിൽ നല്ല രീതിയിലുള്ള വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ വാഷ് ഏരിയ വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. അതിനുവേണ്ടി സെപ്പറേറ്റ് ഒരു സ്പേസ് കൊടുത്തിട്ട് മൾട്ടിവുഡിൽ തന്നെ നല്ല ഡിസൈനുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ബ്ലാക്ക് കളറിലാണ് വാഷ് ബേസിൻ വരുന്നത്. ഭംഗിയുള്ളൊരു മിററും ലൈറ്റ് ഫിറ്റിംഗും ഒക്കെ വരുന്നുണ്ട്. ഗ്രേ കളർ ഗ്രാനൈറ്റിലാണ് ഇത് വെച്ചിരിക്കുന്നത്. താഴെ നോക്കുവാണെങ്കിൽ കബോർഡുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. 4 ബെഡ്റൂമുകളുള്ള ഈ ഒരു വീട്ടിൽ 2 ബെഡ്റൂമുകൾ താഴെ കിട്ടുന്നുണ്ട്. ഒന്നാമത്തെ ബെഡ്റൂമാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഡോറിന്റെ പാറ്റേൺ വന്നിട്ട് ഇതുപോലെ നല്ലൊരു ഡിസൈനിലാണ് കൊടുത്തിരിക്കുന്നത്. ബെഡ്റൂം സൈസ് നോക്കുവാണെങ്കിൽ 12 ഫീറ്റിലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് വിൻഡോസ് കിട്ടുന്നുണ്ട്. ബാക്കിയുള്ള 3 വിൻഡോസ് ഈ ഒരു ഭാഗത്തുമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. റൂഫിൽ നോക്കുവാണെങ്കിൽ എയർ ഹോൾ ഫെസിലിറ്റി കൊടുത്തിട്ടുണ്ട്. വളരെ സിമ്പിൾ ആണ് റൂഫ്. അനാവശ്യമായ വർക്കുകളൊന്നും ചെയ്യാതെ ലൈറ്റ് ഫിറ്റിംഗ്സ് മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. നല്ലൊരു കളർ ഷെയ്ഡിൽ തന്നെയാണ് നമുക്ക് ഇവിടുത്തെ വാർഡ്രോബുകൾ ചെയ്തിരിക്കുന്നത്. ഡ്രസ്സിംഗ് ടേബിൾ കൂടി അതിന്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. വാർഡ്രോബിന്റെ ഡോറുകളൊക്കെ നോക്കുവാണെങ്കിൽ സ്ലൈഡിംഗ് മെത്തേഡിലാണ് കൊടുത്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂമിന്റെ ഡോർ നോക്കുവാണെങ്കിലും നല്ലൊരു ഡിസൈനിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ബാത്റൂമിനകത്ത് നമുക്ക് നോക്കുവാണെങ്കിൽ വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേഷനോട് കൂടിയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റാൻഡേർഡ് ആയ കളേഴ്സ് ആണ് ടൈലുകൾക്കെല്ലാം തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. മുകളിലൊക്കെ നോക്കിയാൽ ലൈറ്റ് ഫിറ്റിംഗ്സ്, മിറർ എല്ലാ സൗകര്യങ്ങളും കൊടുത്തിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം ചെയ്തിരിക്കുന്നത്. ബെഡ്റൂമുകൾ തമ്മിൽ നല്ല അകലം ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്കൊരു പ്രൈവസി കിട്ടുകയുള്ളൂ. അത് മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് ഇവിടെ ഈ ഒരു വീട് ചെയ്തിരിക്കുന്നത്. ഇവിടെയൊക്കെ ഏറ്റവും നല്ല സ്പേഷ്യസ് ആണ്. ഇവിടെയായിട്ടാണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ബെഡ്റൂം സൈസ് നോക്കുവാണെങ്കിൽ 12.5 അടി നീളവും 12 അടി വീതിയുമാണ് കിട്ടുന്നത്. 2 സൈഡിലായിട്ട് 3 വിൻഡോസ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. റൂഫില് എയർ ഹോൾ ഫെസിലിറ്റി വരുന്നുണ്ട്. ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ നല്ല സിമ്പിൾ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. സെയിം മോഡലിലും മെത്തേഡിലും ഒക്കെയാണ് ഇവിടുത്തെ വാർഡ്രോബ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ കൂടെ നമുക്ക് ഡ്രസ്സിംഗ് ടേബിൾ കിട്ടുന്നുണ്ട്. നല്ല സൗകര്യത്തോട് കൂടിയിട്ടാണ് നമ്മളിപ്പോൾ കണ്ട 2 ബെഡ്റൂമുകളും ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം നോക്കുവാണെങ്കിൽ ടൈലുകളെല്ലാം തന്നെ സെയിം കളർ കോമ്പിനേഷൻ ആണ്. ഇവിടെയും നമുക്ക് വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സൗകര്യം കിട്ടുന്നുണ്ട്. ഇവിടുത്തെ കിച്ചൺ നോക്കുവാണെങ്കിൽ ഓപ്പൺ കിച്ചൺ മോഡലിലാണ് ചെയ്തിരിക്കുന്നത്. സൗത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ് കിച്ചൺ വരുന്നത്. എൻട്രൻസിന്റെ മുകളിലൊക്കെ നോക്കിയാൽ CNC കട്ടിംഗ് ആണ്. ഹാങ്ങിങ് ലൈറ്റ്സ് വരുന്നുണ്ട്. ചെറിയ LED ലൈറ്റുകളും താഴെയൊക്കെ നോക്കുവാണെങ്കിൽ പാനലിംഗ് വർക്കുമാണ് ചെയ്തിരിക്കുന്നത്. കൗണ്ടർ ടോപ്പ് പോർഷൻ വന്നിട്ട് ബ്ലാക്ക് കളർ ഗ്രാനൈറ്റിലാണ് കൊടുത്തിരിക്കുന്നത്. നല്ലൊരു സൗകര്യം കിട്ടുന്ന രീതിയിൽ തന്നെയാണ് കിച്ചൺ ചെയ്തിരിക്കുന്നത്. 2 സൈഡിലായിട്ട് നിങ്ങൾക്ക് വിൻഡോസ് കാണാൻ പറ്റുന്നുണ്ട്. കിച്ചന്റെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നോക്കുവാണെങ്കിൽ വൈറ്റ് കളർ ടൈലാണ്. നല്ല ഭംഗിയുള്ള ബീജ് ഷെയ്ഡിലാണ് ഇവിടുത്തെ കിച്ചൺ ക്യാബിനറ്റ്സ് എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. മുകളിൽ 2 ലെയറിലും താഴെ 1 ലെയറിലും നല്ല സൗകര്യങ്ങൾ കൊടുത്തിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. സിങ്കും പൈപ്പ് കണക്ഷൻ ഈ ഒരു ഭാഗത്താണ്. കിച്ചന്റെ കൗണ്ടർ ടോപ്പ് ഒക്കെ നോക്കുവാണെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് കളർ ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. നല്ല ഒരു മിനിമൽ ഹൈറ്റിൽ തന്നെയാണ് ഇത് വരുന്നത്. ലേഡീസിനൊക്കെ നല്ല ആപ്റ്റ് ആയ ഹൈറ്റിൽ തന്നെയാണ് കിച്ചൺ ചെയ്തിരിക്കുന്നത്. ഫ്രിഡ്ജ് വെക്കാനായിട്ട് നമുക്ക് ഇവിടെ ഒരു സെപ്പറേറ്റ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഫ്ലോർ ടൈലുകൾ നോക്കുവാണെങ്കിൽ കുറച്ച് വ്യത്യാസമുണ്ട്. ഒരു ലൈറ്റ് നമ്മൾ നേരത്തെ കളർ കോമ്പിനേഷൻ സെയിം തന്നെയാണെങ്കിൽ പോലും കുറച്ച് ഗ്രിപ്പുള്ള മോഡലുള്ള ടൈലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കിച്ചന്റെ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ വർക്ക് ഏരിയയ്ക്ക് ആയിട്ടുള്ള സ്പേസ് ആണ്. ഫ്ലോറിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട്. നമുക്ക് അവിടെ വർക്ക് ഏരിയ വേണമെങ്കിൽ ചെയ്തെടുക്കാവുന്നതാണ്. റൂഫിലൊക്കെ നോക്കുവാണെന്നുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള ഡിസൈനുകളും ചെറിയ ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് കിട്ടുന്നത്. വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ നിന്നാണ് നമ്മൾ സ്റ്റെപ്പ് കയറി വന്നത്. ഈ ഒരു വോള് നോക്കുവാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് പെർഗോള മോഡലിലെ ഗ്ലാസ് ആണ് ഇട്ടിരിക്കുന്നത്. റൂഫിൽ നോക്കുവാണെങ്കിൽ ഭംഗിയായിട്ടൊരു ഹാങ്ങിങ് ലൈറ്റ് വരുന്നുണ്ട്. അതിന് മുകളിലൊക്കെ നിറയെ വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി നമ്മൾ നേരെ മുകളിൽ എത്തിക്കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ചെറിയ ഹാളാണ് നമുക്ക് കിട്ടുന്നത്. അപ്പർ ലിവിംഗ് സ്പേസ് ഇവിടെ ആയിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. TV വെക്കാനായിട്ട് ഈ ഒരു വോളിലാണ് പവർ പ്ലഗുകളെല്ലാം തന്നെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അവിടെ നമുക്ക് സോഫ സെറ്റീസ് ഒക്കെ ഇടുവാണെങ്കിൽ നല്ല രീതിയിൽ അറേഞ്ച്മെന്റ് ചെയ്യാവുന്നതാണ്. ഇതിന്റെ റൂഫിൽ നോക്കുവാണെങ്കിലും വളരെ വലിയൊരു റൗണ്ട് കൊടുത്തിട്ട് അതിനകത്തൊക്കെ LED സ്ട്രിപ്പുകളും ബൾബുകളും ഒക്കെ കൊടുത്തിട്ട് ഭംഗിയായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി നമ്മൾ മുകളിലേക്ക് വരുമ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇവിടുത്തെ ഡോർ തുറന്നാൽ യൂട്ടിലിറ്റി ഏരിയ ആണ്. വളരെ വലിയൊരു ഏരിയ തന്നെ നമുക്ക് ഇവിടെ യൂട്ടിലിറ്റിക്ക് ആയിട്ട് കിട്ടുന്നുണ്ട്. റൂഫ് കംപ്ലീറ്റ് കോൺക്രീറ്റ് ചെയ്തിട്ടാണ് വെച്ചിരിക്കുന്നത്. അവിടെ നിന്ന് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് നിങ്ങൾക്ക് കാണാവുന്നതാണ്. താഴെ 2 ബെഡ്റൂമുകൾ കണ്ടു. മുകളിൽ നമുക്ക് 2 ബെഡ്റൂമുകളുണ്ട്. ടോട്ടലി 3-ാമത്തെ ബെഡ്റൂമാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. 13-12 സൈസിലാണ്, 13-12 ഫീറ്റിലാണ് ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. 2 സൈഡിലായിട്ട് വിൻഡോസ് വരുന്നുണ്ട്. റൂഫിൽ നമുക്ക് സിമ്പിൾ ആയിട്ടാണെങ്കിലും വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് വാർഡ്രോബ്. ഇവിടെ നമുക്ക് സ്ലൈഡിംഗ് മെത്തേഡിൽ തന്നെയാണ് ഡോറുകൾ ചെയ്തിരിക്കുന്നത്. അതിനോടുകൂടി തന്നെ ഡ്രസ്സിംഗ് ടേബിൾ കൂടി അറ്റാച്ച് ചെയ്തിട്ടുണ്ട്.
ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ഈ ഒരു ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. നമ്മൾ താഴെ കണ്ട അതേ ടൈലുകളുടെ കോമ്പിനേഷൻ ആണ് ഇവിടെയും വരുന്നത്. മൂന്നാമത്തെ ബാത്റൂമിലും വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാവുന്ന സംവിധാനം കിട്ടുന്നുണ്ട്. നമുക്കിനി ഇവിടുത്തെ ഫൈനൽ ആൻഡ് ഫോർത്ത് ബെഡ്റൂം ആണ് കാണാനുള്ളത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത്. 12 ഫീറ്റിലാണ് ബെഡ്റൂം സൈസ് വരുന്നത്. രണ്ട് ഭാഗത്തായിട്ട് വിൻഡോസ് വരുന്നുണ്ട്. മുകളിൽ നോക്കിയാൽ ഭംഗിയുള്ള വർക്കുകളും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. വാർഡ്രോബുകൾ എല്ലാ റൂമുകളിലും സെയിം തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയും സ്ലൈഡിംഗ് ഡോറുകളും അതിനോടൊപ്പം തന്നെ ഡ്രസ്സിംഗ് ടേബിളും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നാലാമത്തെ ബാത്റൂമിലും വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേഷൻ കിട്ടുന്ന രീതിയിൽ തന്നെയാണ് ഫിറ്റിംഗ്സ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ 4 ബെഡ്റൂമുകളും 4 ബാത്റൂമുകളും വളരെ സൗകര്യത്തോടു കൂടി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. വീടിന്റെ അപ്പർ ലിവിംഗ് സ്പേസിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഈ ഒരു ഏരിയ കണ്ടിന്യൂ ചെയ്ത് നമ്മൾ നേരെ ബാൽക്കണിയിലേക്കാണ് പോകുന്നത്. ബാൽക്കണിയുടെ ഡോർ ആണ് നിങ്ങൾ കാണുന്നത്. അവിടെ എത്തുന്നത് വരെ നമുക്ക് ഏരിയ വളരെ സ്പേഷ്യസ് ആണ്. ഇവിടുത്തെ റൂഫ് നോക്കുവാണെങ്കിൽ നമ്മുടെ താഴെയുള്ള ആ ഒരു ഡബിൾ ഹൈറ്റഡ് ആയിട്ടുള്ള ലിവിംഗ് സ്പേസ് ആണ്. ലിവിംഗ് സ്പേസിന്റെ റൂഫാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ നമുക്ക് കുറച്ചും കൂടി അടുത്തിപ്പോൾ വിസിബിൾ ആണ്. ഹാൻഡ് റൈൽസ് എല്ലാം തന്നെ ഇവിടെ വരെ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. സേഫ് ആയിട്ട് തന്നെയാണ് ഹാൻഡ് റൈൽസ് ചെയ്തിരിക്കുന്നത്. നേരെ നമ്മൾ വരുന്നത് ഇവിടുത്തെ ബാൽക്കണി സ്പേസിലേക്കാണ്. നമുക്ക് 2 ബാൽക്കണി ആയിട്ടാണ് ഇവിടെ തിരിച്ചിരിക്കുന്നത്. ബാൽക്കണിയുടെ ഈ ഒരു പോർഷൻ റൂഫ് കവർ ചെയ്തിട്ടുണ്ട്. വലിയൊരു ബാൽക്കണി തന്നെയാണ്. ഹാൻഡ് റൈൽസ് ഒക്കെ സ്റ്റെയിൻലെസ് സ്റ്റീലിൽ ചെയ്തിട്ട് ടഫിന്റെ ഗ്ലാസ് ആണ് ഇട്ടിരിക്കുന്നത്. റൂഫ് കംപ്ലീറ്റ് ആയിട്ട് പാനലിംഗ് ചെയ്തിട്ട് ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ആദ്യത്തെ ബാൽക്കണിയിൽ നിന്ന് നമുക്ക് താഴേക്ക് ഇറങ്ങാനായിട്ട് സ്റ്റെപ്പുകൾ ഉണ്ട്. രണ്ടാമത്തെ ബാൽക്കണി വരുന്നത് ഓപ്പൺ ആയിട്ടാണ് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് നല്ല രീതിയിൽ സൺലൈറ്റ് ഒക്കെ കിട്ടാനായിട്ട് ഈ ഒരു ഏരിയ യൂസ് ചെയ്യാവുന്നതാണ്. വീട് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് കണ്ടു കഴിഞ്ഞു. ഇന്ന് നിങ്ങളെ മാർബിൾ ഹോംസ് പരിചയപ്പെടുത്തിയ ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ ആലുവ പുക്കാട്ടുപടി റൂട്ടിലാണ്. മുട്ടം മെട്രോ സ്റ്റേഷനിലേക്കും റെയിൽവേ സ്റ്റേഷനിലേക്ക് കളമശ്ശേരി കുസാറ്റ് ഇൻഫോ പാർക്ക് എല്ലായിടത്തേക്കും ഈസി ആക്സസ് ആണ് ഈ ഒരു വീട്ടിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നത്. ഗേറ്റഡ് വില്ല പ്രൊജക്ട് ആണ്. നമുക്ക് മെയിൻ റോഡ് അതായത് ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ കാണുന്ന ഗേറ്റഡ് വില്ല പ്രൊജക്ട് വരുന്നത്. മെജോറിറ്റി വീടുകളിൽ ആളുകൾ താമസമായതാണ്. ഇങ്ങനെയുള്ള വില്ല പ്രൊജക്ടുകൾ താമസിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തുകൊണ്ടും നല്ലൊരു ഓപ്ഷൻ ആണിത്. ഡീറ്റെയിൽസ് നോക്കുവാണെങ്കിൽ 4.55 ആണ് ലാൻഡ് അളവ് വരുന്നത്. 2320 സ്ക്വയർ ഫീറ്റിൽ ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള 4 ബെഡ്റൂമുകളുണ്ട്. 4.55 സെന്റ് ഓഫ് ലാൻഡിൽ 2320 സ്ക്വയർ ഫീറ്റിൽ 4 BHK ആയിട്ട് ചെയ്തിരിക്കുന്ന ഈ ഒരു വീടിന്റെ 4 ബാത്റൂമുകളിലും വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേഷൻ കിട്ടുന്നുണ്ട്. 2 കാറുകൾക്കുള്ള പാർക്കിംഗ് സ്പേസ് ഉണ്ട്. വെൽ വാട്ടറും അവൈലബിൾ ആണ്. ഓണർ ഈ ഒരു വീടിന് ചോദിക്കുന്ന പ്രൈസ് 98 ലക്ഷം രൂപയാണ്. 98 lakhs എന്നുള്ള ഇതിന്റെ പ്രൈസ് തീർച്ചയായിട്ടും മാർബിൾ ഹോംസ് വഴി നിങ്ങൾ വാങ്ങിക്കുമ്പോൾ ഞങ്ങൾ നന്നായിട്ട് തന്നെ നെഗോഷ്യബിൾ ആക്കി വാങ്ങിച്ചു തരുന്നതായിരിക്കും. നിങ്ങൾക്ക് ലോൺ ഫെസിലിറ്റിയിൽ ഈ ഒരു വീട് സ്വന്തമാക്കണമെങ്കിൽ ഏത് ബാങ്കിൽ നിന്ന് വേണമെങ്കിലും ലോൺ ഞങ്ങൾക്ക് വേറെ എക്സ്ട്രാ ചാർജസ് ഒന്നും കൂടാതെ ബാങ്കിന്റെ നോർമലി വരുന്ന പ്രോസസിംഗ് ഫീസിൽ തന്നെ ചെയ്തു തരുന്നതായിരിക്കും. വീട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒട്ടും ലേറ്റ് ആക്കണ്ട, പെട്ടെന്ന് തന്നെ ഫോൺ എടുത്തോളൂ. മാർബിൾ ഹോംസിന്റെ സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് വിളിച്ചോളൂ. ഇതുപോലെ ഭംഗിയുള്ള വീടുകളുടെ വിശേഷങ്ങളുമായി മാർബിൾ ഹോംസിലൂടെ ഇനിയും കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.